ഹെഡ് ഇഞ്ചുറി വളരെ കോമൺ ആണ്. അതായത് ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ തലക്കുണ്ടാകുന്ന മുറിവാണ്. അത് ഏറ്റവും കൂടുതൽ മുറിവുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ്. അല്ലാതെ വീണും പിടിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് 2 വീലർ ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ സംഭവിച്ചു കണ്ടേക്കുന്നത്. കാരണം റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം. അതുകൂടാതെ ഈ ഹെഡ് ഇഞ്ചുറി പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും മരണം വരെ സംഭവിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്. അപ്പൊ എന്താണ് ഹെഡ് ഇഞ്ചുറി? അപ്പം ഇതിനെ 2 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ബ്രെയിന് ഇഞ്ചുറി ഉണ്ടാകുന്നതാണ്. അതായത് നമ്മുടെ തല പൊളന്ന് തലയ്ക്കുള്ളിൽ ഇഞ്ചുറി ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ ബ്രെയിന് ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു കേസാണ് ഈ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതിന് ടൈപ്പ് ഉണ്ട്. അതായത് ക്ലോസ്ഡും ഓപ്പണും. അതായത് ക്ലോസ്ഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ, അത് പുറമെ കാണാനില്ല, മനസ്സിലായോ? അത് എല്ലാ പ്രശ്നവും അകത്താണ്. പിന്നെ അടുത്തൊരു സംഭവമാണ് ഓപ്പൺ ഇഞ്ചുറി. അതായത് ഓപ്പണിൽ വളരെ വിസിബിൾ ആണ് എവിടെയാണ് സംഭവിച്ചേക്കുന്നത്, എന്തൊക്കെയാണ് പേഷ്യന്റിന് സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാക്കാം. കാരണം ബ്ലഡ് ഒക്കെ ഒഴുകുന്നുണ്ടാവും. അപ്പം ഈ ക്ലോസ്ഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? അതിൽ ഒന്ന് കൺകൂഷൻ എന്ന് പറയും. കൺകൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഒന്ന് കുലുങ്ങി, ഒരാൾ വീണതിന്റെ ഭാഗമായിട്ട് ബ്രെയിൻ അകത്ത് കിടന്ന് ശരിക്കൊന്ന് കുലുങ്ങി. പക്ഷെ ബ്ലീഡിങ്ങോ കാര്യമോ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനൊരു കുലുക്കം ഉണ്ടായതുകൊണ്ട് പുള്ളിക്ക് ബ്രെയിൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, വൊമിറ്റിങ്, ഹെഡ് ഏക്ക്, ഇങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. പിന്നെ ചെറുതായിട്ട് ഷോർട്ട് ടൈമിലേക്ക് ഒരു മെമ്മറി ലോസ്, കൺഫ്യൂഷൻ, ആൻസൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ പേഷ്യന്റിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് കൺക്ലൂഷന്റെ പ്രശ്നം. പക്ഷെ ഇവിടെ ഇഞ്ചുറി ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? പിന്നെ രണ്ടാമതാണ് കൺട്യൂഷൻ. CONTUSIO ആണ് കൺട്യൂഷൻ എന്നാണ് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഒന്ന് ശരിക്ക് കുലുങ്ങിയപ്പോൾ അകത്ത് ചെറുതായിട്ട് ബ്രൂയിഷ് ബ്ലീഡിങ് ഉണ്ടായി. നമ്മുടെ തൊലിപ്പുറത്തൊക്കെ വന്ന് തട്ടിക്കഴിഞ്ഞ ബ്ലഡ് ചുമന്ന് വരികയായി. അതുപോലെ ബ്രെയിനിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കൺട്യൂഷൻ ഉണ്ടായി, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലും പേഷ്യന്റിന് ചെറുതായിട്ട് മെമ്മറി ലോസ്, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതായത് ചെറിയൊരു ബ്രൂയിഷിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ പ്രശ്നമല്ല. നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അതിന്റെ സിവിരിറ്റി അനുസരിച്ചിരിക്കും, ഏത് ഭാഗത്താണ് ഉണ്ടായത്, ഏത് സിസ്റ്റത്തെയാണ് അഫക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് ബ്രെയിനിന്റെ ഇഞ്ചുറിയിലെ പ്രശ്നങ്ങൾ മാറി മറിഞ്ഞിരിക്കും. സീരിയസ് കേസിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോകേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ കൺട്യൂഷൻ പോലെ തന്നെയാണ് കോപ്പസ് ആൻഡ് കൗണ്ടർ കോപ്പസ്. അതായത് തല ചെന്ന് ഫ്രണ്ടിലേക്ക് ഇടിച്ചിട്ട് ഫ്രണ്ടിലാണ് ഇടിച്ചത്, പക്ഷെ ബ്രെയിൻ ഫ്രണ്ടിലും ബാക്കിലും അത് ഇടിയുടെ ശക്തി കൊണ്ട് പുറകിലോട്ട് ചെന്ന് തലയോട്ടിയിൽ ഇടിച്ച് അവിടെയും ബ്ലീഡിങ് ഉണ്ടായി, മനസ്സിലായോ? അപ്പം അങ്ങനെ അകത്തും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് നിൽക്കുന്നതാണ് കോപ്പസ് ആൻഡ് കൗണ്ടർ കോപ്പസ് എന്ന് പറയുന്ന ഇഞ്ചുറി. 2 സ്ഥലത്തും അതിന്റെ പ്രശ്നം കാണും. ഇടിച്ച ഭാഗത്തു നിന്നാണ്, പുറകിലും കാണും, മനസ്സിലായോ? പിന്നെ ഇനി പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. ബ്രെയിനിന്റെ ഇഞ്ചുറിയിൽ ഏറ്റവും പ്രശ്നക്കാരൻ ഇതാണ് ഹെമറ്റോമ. അതായത് ബ്രെയിനിന്റെ ഒരു അനാട്ടമിക്കൽ സ്ട്രക്ചർ എന്നാന്ന് പറഞ്ഞാൽ അത് സ്കല്ല്, തലയോട്ടിയുടെ നേരെ താഴെ ഡൂറ എന്ന് പറയുന്ന ഒരു ലൈനാണ്, മനസ്സിലായോ? ഡൂറാണ് കഴിഞ്ഞിട്ടാൽ ആർക്കനോയിഡ് സ്പേസിലാണ് ഒരു പ്രൊട്ടക്റ്റീവ് ലൈനിങ് ആണ് ബ്രെയിനിന് ചുറ്റുമുള്ള CSF കിടക്കുന്നത്. ഡൂറാമാറ്ററിലാണ് മെനിഞ്ചസ് കിടക്കുന്നത്, മനസ്സിലായോ? പിന്നെ ഡൂറ മാറ്റർ കഴിഞ്ഞ് ആർക്കനോയിഡ് സ്പേസ് കഴിഞ്ഞതാണ് പിയ മാറ്റർ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബ്രെയിൻ. അപ്പൊ ഈ നെറ്റ്വർക്ക് കടന്നാണ് നമുക്കൊരു ഇഞ്ചുറി ഉണ്ടായാൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിലെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്കല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഉള്ളിലെ ഭിത്തിയില്ലേ, അതിനും ഈ ഡൂറ എന്ന് പറയുന്ന സംഭവമില്ലേ, ആ ഡൂറയ്ക്കും പറഞ്ഞ പെരിഡ്യൂറൽ ഹെമറ്റോമ. ഈ പെരിഡ്യൂറൽ ഹെമറ്റോമ എന്നാണ് ഈ ഹെമറ്റോമിനെ 2ആയിട്ട് തിരിക്കുന്നത്. ഒന്ന്
ഡ്യൂറൽ ഹെമറ്റോമയും ഒന്ന് സബ്ഡ്യൂറൽ ഹെമറ്റോമയും. അതായത് ഈ സ്കള്ളിനും ഈ ഡ്യൂറയുടെ ഈ ഫ്രണ്ട് വശത്തിനുമായിട്ട് കിടക്കുന്ന സംഭവമാണ് എപ്പിഡ്യൂറ എന്ന് പറയുന്നത്. ഈ എപ്പിഡ്യൂറയ്ക്കകത്താണ് ആർട്ടറി പോകുന്നത്. മനസ്സിലായോ? അത് ബ്രെയിനിലേക്കുള്ള എല്ലാ ആർട്ടറിയും പോകുന്ന ഈ മെനിഞ്ചസിന്റെ ഭാഗമാണ്. ഈ എപ്പിഡ്യൂറയിൽ ഈ ഭാഗത്താണ് കിടക്കുന്നത്. ഈ ഭാഗത്ത് കിടക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടായാൽ ആദ്യം ഈ ആർട്ടറിയാണ് ലീഡ് ആകുന്നത്. അപ്പൊ പ്യുവർ ബ്ലഡ് ആണ്, നല്ല റോസ് കളറുള്ള ബ്ലഡ് ആണ് തല പൊട്ടി കഴിയുന്ന പുറത്തേക്ക് വരത്തുള്ളൂ. കാരണം ആർട്ടറി ഏറ്റവും മേളിൽ പുറത്തായതുകൊണ്ട്. പക്ഷെ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് എപ്പിഡ്യൂറൽ സ്പേസിൽ നിന്ന് അകത്താണ് സംഭവം. മനസ്സിലായി? തലയുടെ പൊട്ടി പുറത്തില്ല, അകത്താണ്. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ് എപ്പിഡ്യൂറൽ ഹെമറ്റോമ. കാരണം ബ്ലഡിങ് ഫാസ്റ്റ് ആയിട്ട് വരും, പെട്ടെന്ന് നിറയും, എപ്പിഡ്യൂറൽ സ്പേസിൽ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് ബ്രെയിനിലേക്ക് പ്രഷർ കൊടുക്കും ബാക്കിയുള്ള ഭാഗത്തേക്ക്. അങ്ങനെ ബ്രെയിന് ഫങ്ഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. മനസ്സിലായോ? അപ്പം ബ്രെയിനിലെ ഏറ്റവും കൂടുതൽ സിവിയറിറ്റി ഉള്ള സംഭവമാണ് എപ്പിഡ്യൂറൽ. ഇനി എപ്പിഡ്യൂറൽ കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ട് ഇതിന്റെ എപ്പിഡ്യൂറലിന്റെ ബാക്കിലായിട്ട് ഉള്ള സംഭവമാണ് സബ്ഡ്യൂറൽ. മനസ്സിലായോ? സബ്ഡ്യൂറൽ ഹെമറ്റോമ അത് വീനസ് ബ്ലഡ് ആണ്. അപ്പൊ വീനസ് ബ്ലഡ് ആയതുകൊണ്ട് അതിന് ഇച്ചിരി കട്ടി കുറവാണ്, അവിടെ സ്പീഡ് വരത്തില്ല, പതിയെ ആകത്തുള്ളൂ. പക്ഷെ അത് അവിടെ കെട്ടിക്കിടന്ന് പ്രഷർ ഉണ്ടാക്കി ഇൻട്രാക്രീനിയൽ പ്രഷർ ഉണ്ടാക്കാനായിട്ട് പര്യാപ്തമാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതനുസരിച്ച് പ്രശ്നം പേഷ്യന്റിന് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇൻട്രാക്രീനിയൽ ഹെമറ്റോമ, അതായത് ഈ തലച്ചോറിന്റെ അകത്ത് എവിടെ വേണേലും ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായേക്കുക. മനസ്സിലായോ? ഈ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഭാഗത്തല്ല, തലച്ചോറിന്റെ ഇൻട്രാക്രീനിയലാണ്, അകത്താണ് വൂണ്ട് ഉണ്ടായേക്കുക. അങ്ങനെ വൂണ്ട് ഉണ്ടായി ബ്ലീഡിംഗ് ഉണ്ടാകുന്നതാണ് ഇൻട്രാക്രീനിയൽ ഹെമറ്റോമ എന്ന് പറയും. പിന്നെ ഓപ്പൺ വൂണ്ടാണ്. ഓപ്പൺ വൂണ്ടില് ലീനിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോവുക, ഒരു നേരെ ഡാർക്ക് പോലെ ഒരു ലൈൻ പോലെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നതാണ് ലീനിയർ എന്ന് പറയുന്നത്. പിന്നെ കോമ്പൗണ്ട് ഫ്രാക്ചർ, അതായത് 2-3 കഷ്ണങ്ങളായിട്ട് പർട്ടിക്കുലർ കഷ്ണങ്ങളായിട്ട് 3-4 കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞു പോവുക. പിന്നെ കമ്മ്യൂണിറ്റേറ്റഡ് ഫ്രാക്ചർ, കമ്മിനേറ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞു പോവുക. നമുക്ക് പിറക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഒരുപാടായിട്ട് ഒടിഞ്ഞു പോയേക്കുക. പിന്നെ സ്കാൾപ്പ് ലാസ്ട്രേഷൻ, അതായത് തലച്ചോറിനെ ബാധിച്ചിട്ടില്ല, ഈ സ്കാൾപ്പില്ലേ തലയുടെ അതങ്ങനെ കീറിപ്പോയേക്കുക. മനസ്സിലായി? ഇത് മുഴുവൻ ഓപ്പൺ വൂണ്ടാണ്. കാരണം നമുക്ക് തലച്ചോറിന്റെ ഭാഗങ്ങളൊക്കെ കാണാം പുറത്തുനിന്ന് നോക്കിയാൽ. അത് കൂടുതലും റോഡ് ട്രാഫിക് ആക്സിഡന്റിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഇത് അകത്തെ സംഭവങ്ങളാണ്. ഇതില് ഈ എപ്പിഡ്യൂറൽ സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിനെ ക്രീനിയോട്ടമി ചെയ്ത് അവിടെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും, ആ ബ്ലീഡിങ് എടുത്ത് കളയേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന് നല്ല റെസ്റ്റ് വേണം, കോൺഷ്യസ് ലെവൽ പോവും, ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എന്താണ് സംഭവം? ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് ഇൻട്രാക്രീനിയൽ പ്രഷർ കൊണ്ടാണ് ഇതിന്റെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും. ഇതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടിയത് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ അത് ഏത് ഭാഗത്താണ് കൂടിയിരിക്കുന്നത് അതിനനുസരിച്ച് സിറ്റുവേഷനുകൾ മാറിയും മറിഞ്ഞിരിക്കും. മനസ്സിലായോ? സൈൻസ് ആൻഡ് സിംറ്റംസ് മാറിയും മറിഞ്ഞിരിക്കും. പക്ഷെ കാണിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഏതാണ്ടൊക്കെ ഏറെക്കുറെ ഒന്നായിരിക്കും. അതായത് ഒരു ഇനിഷ്യൽ ഇഞ്ചുറി ഉണ്ട്, അപ്പൊ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസും കൺഫ്യൂഷനും റെസ്റ്റ്ലെസ്നെസ്സും നോസിയ ആൻഡ് വോമിറ്റിംഗ് ഹെഡേക്കും ആയിരിക്കും ഇതിന്റെ പ്രൈമറി ലക്ഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓൾട്ടേർഡ് ലെവൽ ഓഫ്? കാരണം ബ്രെയിനെ ബാധിക്കുന്നത്. കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം അയാൾക്കൊരു ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട്. കാരണം ബ്രെയിനെ ആയിരുന്നു, ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ് ഇതെല്ലാം. പിന്നെ റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഇറിറ്റേറ്റഡ് ആവുമ്പം അവിടെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ റെസ്റ്റ്ലെസ് ആവും. പിന്നെ നോസിയ ആൻഡ് വോമിറ്റിംഗ്, കാരണം ബ്രെയിൻ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നോസിയ ആൻഡ് വോമിറ്റിംഗ് ആണ്. മനസ്സിലായോ? പിന്നെ ഹെഡേക്ക്, സ്വാഭാവികമായിട്ട് തലയിലാണ് ഹെഡേക്ക് ഉണ്ടാവും. ഇതാണ് ആദ്യത്തെ ലക്ഷണം. പിന്നെ ഇത് ഒപ്റ്റിക്, നമുക്കറിയാലോ ക്രീനിയൽ നെർവുകൾ, അത് തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നെർവുകളാണ് സെർവിക്കൽ നെർവുകൾ എന്ന് പറയുന്നത്. സെർവിക്കൽ ക്രീനിയൽ നെർവുകൾ എന്ന് പറയുന്നത്. അപ്പം
ഈ ക്രീനിയൽ നെർവുകളുടെ ലക്ഷണങ്ങൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത് ഒപ്റ്റിക് നെർവ്, ഒക്ലാർ മോട്ടാർ. അപ്പം അതൊക്കെ ഏതൊക്കെ ഭാഗത്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ മാറ്റം ഉണ്ടാവും. അപ്പം ഒപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാകുന്നത്. അതായത് ബ്ലേഡ് വിഷൻ ഉണ്ടാവും, പ്യൂപ്പിലറി ചേഞ്ചസ് ഉണ്ടാവും, ഡിപ്ലോപ്പിയ ഉണ്ടാവും. കാരണം ഒപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഒപ്റ്റിക് നെർവ് കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒക്ലാർ മോട്ടാറിനാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ യൂണിലാറ്ററൽ ഡയലേഷൻ ആണ്. മനസ്സിലായി, ഒരു കണ്ണിൽ ഡയലേഷനും ഒരു കണ്ണ് സാധാരണ പോലെ നിൽക്കും. അതാണ് ഒക്ലാർ മോട്ടറിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പിന്നെ മിഡ് ബ്രെയിൻ ആണ് പ്രശ്നമെങ്കിൽ ബൈലാറ്ററൽ ഡയലേഷൻ, രണ്ട് കണ്ണും ഡയലേറ്റഡ് ആയിരിക്കും, രണ്ട് പ്യൂപ്പിൾസും. പിന്നെ പോൺസിനാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ അബ്നോർമൽ കൺട്രാക്ഷൻ, ശരിക്കും ഇങ്ങനെ അടഞ്ഞിരിക്കും, കുഞ്ഞായിരിക്കും. അത് പിന്നെ ഓപ്പോയിഡിന്റെ അമിത ഡോസ് കൊണ്ടും അങ്ങനെ കുഞ്ഞായിട്ട് അടഞ്ഞിരിക്കും. മനസ്സിലായോ? പിന്നെ പാപ്പിലറി എഡിമ കൊണ്ടും ഉണ്ടാവും. അതായത് ഈ പാപ്പിലറി എഡിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണിന്റെ ഇങ്ങനെ ലെൻസ് ഉണ്ട്, ലെൻസിന്റെ തന്നെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന നെർവിലേക്ക് പോകുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഭാഗമാണ് ഒപ്റ്റിക് ഡിസ്കിന്റെ ഈ ഭാഗമാണ് പ്രധാനപ്പെട്ട. ഇവിടുന്ന് ലെൻസിലേന്ന് വട്ടം വന്ന് ഇവിടെ അടിച്ച് ഇവിടെ നിന്നാണ് സന്ദേശങ്ങൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഡാമേജ് ഉണ്ടെങ്കിൽ, ഈ ഒപ്റ്റിക് നെർവിന് ഡാമേജ് ഉണ്ടെങ്കിൽ, പാപ്പിലറി എഡിമ ഉണ്ടായാൽ ഈ ഒപ്റ്റിക് നെർവ് വീർത്ത് പൊങ്ങി ഇതിലെ കടത്തിവിടാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനാണ് ഈ പാപ്പിലറി എഡിമ എന്ന് പറയുന്നത്. മനസ്സിലായോ? പോൺസിനുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായി പാപ്പിലറി എഡിമയും ഉണ്ടാവും. പിന്നെ മെനിഞ്ചസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നെക്കൽ റിജിഡിറ്റിയും മസിൽ വീക്ക്നെസ്സും ഉണ്ടാവും. പിന്നെ വൈറ്റൽ സൈൻസ്, ഇതിനെ കുഷ്യൻസ് ടയാർഡ് എന്ന് പറയുന്ന ഒരു വൈറ്റൽ സൈൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റും റെസ്പിറേഷനും കുറഞ്ഞു നിൽക്കും. അപ്പൊ ആവശ്യത്തിന് ഹാർട്ട് റേറ്റും റെസ്പിറേഷനും ഇല്ല, ബ്രാഡിക്കാർഡിയയും ബ്രാഡിക്നിയയുമാണ്. മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ ഹാർട്ട് റേറ്റ് ഇതെല്ലാം പറയുമ്പോൾ സർക്കുലേഷനിൽ ഒരുപാട് ഫ്ലൂയിഡ് വന്നെന്ന് അറിയാം. അങ്ങനെ പേഷ്യന്റിന്റെ BP ഒരുപാട് അങ്ങ് എലവേറ്റഡ് ആവും. മനസ്സിലായോ? അങ്ങനെ എലവേറ്റ് ചെയ്യുന്ന ഒരു ഇങ്ങനെ 3 ലക്ഷണവും കൂടി, അതായത് 2 ബ്രാഡിയും ഹൈപ്പർ ടെൻഷനുമായിട്ട് പേഷ്യന്റിന് വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് കുഷ്യൻ ടയാർഡ് എന്ന് പറയും. മനസ്സിലായോ? പിന്നെ ടെമ്പറേച്ചർ എലിവേറ്റഡ് ആവും. എന്താ? ഹൈപ്പോതലാമസ് ആണ് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടിയിട്ട് അതിന് ഹൈപ്പോതലാമസിന് പ്രഷർ ഉണ്ടായിട്ട് ഹൈപ്പോതലാമസിന്റെ റെഗുലേറ്റിംഗ് മെക്കാനിസം നിന്നുപോയി. അപ്പൊ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടി ബോഡിയിൽ നിന്ന്. അതുകൊണ്ട് പാരസിറ്റാമോൾ ഭയങ്കരമായിട്ട് ഈ പേഷ്യന്റിന് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. കാരണം ടെമ്പറേച്ചർ റെഗുലേറ്ററിംഗ് സെന്ററിന് പ്രശ്നമുള്ളതുകൊണ്ട്. പിന്നെ ഈ പേഷ്യന്റിന് സീസർ ഉണ്ടാവും. കാരണം തലച്ചോറിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം കാണിക്കുന്ന ഒരു ലക്ഷണമായിരിക്കും ഇറിറ്റേഷൻ ഉണ്ടായി കാണിക്കുന്നതാണ് സീസർ. പിന്നെ പോസ്ചറൽ അബ്നോർമാലിറ്റി, അതായത് ഡീകോർട്ടിക്കേറ്റഡ് പോസ്ചറും, അതായത് നമുക്ക് മനസ്സിലാക്കാം കൈ ഉള്ളിലേക്ക് വലിച്ചിങ്ങനെ നിൽക്കുന്നതിനാണ് ഡീകോർട്ടിക്കേറ്റഡ് പോസ്ചർ, ഇത് കാണിക്കും. പിന്നെ ഡീസെറിബ്രേറ്റഡ് എന്ന് പറയും. അതായത് 2 കൈയും കാലും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന, ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതിനാണ് ഡീസെറിബ്രേറ്റഡ് പോസ്ചർ എന്ന് പറയുന്നത്. പിന്നെ എപ്പിസ്റ്റോട്ടമസ്, അതായത് പുറകോട്ട് ഇങ്ങനെ 2 കാലും കൈയും എല്ലാം വലിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നതിനാണ് എപ്പിസ്റ്റോട്ടമസ് എന്ന് പറയുന്നത്. ഈ പോസ്ചറും ഇതാണ് ബ്രെയിനിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ കാണിക്കുന്ന 3 പോസ്ചറുകൾ. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമ്മളൊക്കെ അറിയാലോ, സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, അതായത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ആന്റി ഡയബറ്റിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഉൽപ്പാദിപ്പിക്കുന്നതിനെ അങ്ങ് പൂർണ്ണമായിട്ട് തടയുമ്പം എന്നാ സംഭവിക്കുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് ചിലപ്പോൾ അങ്ങ് കൂട്ടും ഒരുപാട്. അപ്പൊ പേഷ്യന്റിന് യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞ് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. മനസ്സിലായി? അപ്പം ഹെഡ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് തന്നെയാണ് അത്, സെൻട്രൽ ഈ ഹെഡ് ഇഞ്ചുറി ഉണ്ടായതുകൊണ്ടുണ്ടായ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. പിന്നെ ബേസിലാർ സ്കൽ ഫ്രാക്ചർ, അതായത് സ്കല്ലിന്റെ നമുക്ക് തലയുടെ ഈ ഒരു ലെവലില്ലേ, ഈ ലെവലിന്റെ അടിയിൽ ഭാഗങ്ങളിൽ പേഷ്യന്റിന് തട്ടുവോ മുട്ടുവോ ചെയ്ത്
കിട്ടുകയൊക്കെ ചെയ്ത് ബ്ലീഡിങ് ഉണ്ടായി, ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് റാക്കോൺ ഐ എന്ന് പറയും. അതായത് കണ്ണൊക്കെ ചുവന്ന് തൊടുത്ത് ഇവിടെ എല്ലാം ഈ കൺപീലെല്ലാം ഇങ്ങനെ ചുവന്ന് തൊടുത്ത് ഇങ്ങനെ നിൽക്കും. റാക്കോൺ ഐ എന്നാണ് പറയാം, റാക്കോൺ ഐ എന്ന് പറയും. പിന്നെ ബാറ്റ്ലെസ് സൈൻ എന്ന് പറഞ്ഞാൽ ചെവിയുടെ നേരെ പുറകിലായിട്ട് ബ്ലഡ് ഇങ്ങനെ ചുവന്ന് തടിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ് ബാറ്റ്ലെസ് സൈൻ എന്ന് പറയുന്നത്. പിന്നെ മൂക്കിൽ കൂടിയും ചെവി കൂടിയൊക്കെ വരുന്ന ഈ ഫ്ലൂയിഡിന് നമ്മൾ CSFL പ്രസൻസ് ഉണ്ടോ നോക്കും. മൂക്കിൽ നിന്ന് വരുന്നതാണെങ്കിലും ബ്ലഡോട് കൂടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു ഹോളോ ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഒരു ഡ്രൈ ഗോസ് പീസ് എടുത്ത് ബ്ലഡ് മുക്കി നോക്കുമ്പോൾ അതിന്റെ നടുക്ക് മാത്രം റെഡും ബാക്കിയുള്ള ഭാഗത്ത് യെല്ലോ കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് CSF ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് അല്ല, ചുമ്മാ വെള്ളം മാത്രമേ വരുന്നുള്ളൂ, ചെവിയിൽ നിന്നും വെള്ളം മാത്രമേ വരുന്നുള്ളൂ, ബ്ലഡ് ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഗ്ലൂക്കോമീറ്റർ എടുത്ത് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് മ്യൂക്കോസ ആണെങ്കിൽ ഇല്ല, പക്ഷെ CSF ആണെങ്കിൽ ഉണ്ട്. അപ്പം മ്യൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയുന്നത് നമ്മൾ ബ്ലഡ് അല്ലാതെ മ്യൂക്കസ് മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇതിന്റെ മെഡിക്കേഷൻ, അതായത് സീസർ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം അതിന് ഫിനറ്റോയിനും മെഡാസോളും പേഷ്യന്റിന് കൊടുത്തോണ്ടിരിക്കും. പിന്നെ ടെമ്പറേച്ചർ, അസിറ്റാമിനോഫിൻ 4th അവർലെയും 6th അവർലെയും, കാരണം ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സെന്ററിന്റെ പരിപാടി നിന്നിരിക്കുക. പിന്നെ മസിൽ റിലാക്സിന്റെ, കാരണം ഈ മെനിഞ്ചൈറ്റിസിനൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായി ഇങ്ങനെ വലിഞ്ഞു പിടിച്ചിങ്ങനെ നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടാകാതിരിക്കാനായിട്ട് മസിൽ റിലാക്സിന്റെ കൊടുത്തോണ്ടിരിക്കും, ഡയസിപ്പാം കൊടുത്തോണ്ടിരിക്കും. പിന്നെ BP ഒരുപാട് കൂടി നിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആന്റി ഹൈപ്പർടെൻസീവ് കൊടുക്കണം, ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് കൊടുക്കണം. കാരണം എളിമയൊക്കെ ഇതിലുണ്ടായി ഇൻട്രാക്രീനിയൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസ്മോട്ടിക് ഡയോറിറ്റിക് കൊടുക്കും. പിന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടായി ബ്രെയിൻ സെല്ല് ഒരുപാടായിട്ട് ഓവർ ആക്റ്റീവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വീണ്ടും ഇൻട്രാക്രീനിയൽ പ്രഷർ കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കും. പിന്നെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകാതിരിക്കാൻ ആന്റിബയോട്ടിക്കും പേഷ്യന്റിന് കൊടുക്കാറുണ്ട്. ഇതാണ് മെയിൻ ട്രീറ്റ്മെന്റ്. ഇനി നേഴ്സിംഗ് മാനേജ്മെന്റ് എന്ന പൊസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കണം. പേഷ്യന്റിനെ ഒരു 30 to 40 ഡിഗ്രി ഇതിൽ എലിവേറ്റ് ചെയ്ത് വെക്കണം. റൂൾ ഔട്ട് സെർവിക്കൽ ഇഞ്ചുറി ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നവരെ ഹെഡും സ്കള്ളും നട്ടലും എല്ലാം ഒരേ അലൈൻമെന്റിലായിരിക്കും പേഷ്യന്റിനെ വെച്ചേക്കുന്നത്. പിന്നെ ഈ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ പേഷ്യന്റ് ഉണ്ടാകാനുള്ള സാധ്യത, അതുകൊണ്ട് ബൈലാറ്ററലും ആണോ യൂണിലാറ്ററൽ ആണോ ലെൻസിലെ സൗണ്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ പേഷ്യന്റിനെ ഇന്റിബേറ്റ് ചെയ്യേണ്ട കേസ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്റിബേറ്റ് ചെയ്യണം. കാരണം റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടായി റെസ്പിറേറ്ററി സെന്ററിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും, ഇന്റിബേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ പേഷ്യന്റിന്റെ ബോഡിയിലെ പാർഷ്യൽ പ്രഷറിൽ നിർത്തുക എന്ന് പറയാം. കാരണം പേഷ്യന്റ് ഇന്റിബേറ്റ് ആണെങ്കിൽ പേഷ്യന്റിന്റെ റെസ്പിറേറ്ററി റേറ്റ് ഇച്ചിരി കൂട്ടിയിട്ട് പേഷ്യന്റിന്റെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇച്ചിരി കുറച്ചിടും. മനസ്സിലായോ? അങ്ങനെ ബോഡിയിൽ ABG എടുത്ത് നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇച്ചിരി കുറവായിരിക്കും കിടക്കുന്നത്. കാരണം റെസ്പിറേറ്ററി റേറ്റ് കൂട്ടി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടുമ്പം ബ്രെയിനിൽ ഇൻട്രാക്രീനിയൽ പ്രഷർ കുറയും കുറയും. അങ്ങനെ കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ചിടുന്നത്. പിന്നെ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ പാരസിറ്റാമോൾ കൊടുക്കും, സ്പഞ്ചിങ് കൊടുക്കും, കോൾഡ് ബാത്ത് കൊടുക്കും. പിന്നെ എൻവിറോൺമെന്റൽ സ്റ്റിമുലി ഒന്നും പേഷ്യന്റിന് പറ്റത്തില്ല, അതുകൊണ്ട് എൻവിറോൺമെന്റൽ സ്റ്റിമുലി ഒന്നും ഉണ്ടാകാതെ നോക്കും. പിന്നെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ലിമിറ്റ് ചെയ്യും, കാരണം അവരെയൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും പേഷ്യന്റിന്. പിന്നെ അവോയ്ഡ് സ്റ്റെയിനിങ് ആക്ടിവിറ്റി, കാരണം ഒരു കാരണവശാലും സ്റ്റെയിൻ ചെയ്ത് സ്നീസിങ്, കഫിങ്, ഡെഫിക്കേഷൻ ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും പേഷ്യന്റിനെ കൊണ്ട് സ്റ്റെയിൻ ചെയ്യിക്കരുത്. സ്റ്റെയിൻ ചെയ്യുന്നാൽ ഇൻട്രാക്രീനിയൽ പ്രഷർ വീണ്ടും കൂടും. പിന്നെ മോണിറ്റർ ഫോർ ഡ്രെയിനേജ് മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, CSF ആണോ, ബ്ലഡ് ആണോ, അതോ മ്യൂക്കസ് ആണോ വരുന്നതെന്ന് നമ്മൾ അറിയാനായിട്ട് ചെക്ക് ചെയ്യണം. സക്ഷൻ ഒരു കാരണവശാലും ഈ പേഷ്യന്റിനെ ചെയ്തേക്കരുത്.
ഓക്കെ, ഇതാണ് ഹെഡ് ഇഞ്ചുറിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രധാന ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.